ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് ഡേ ഇൻ മൈ ലൈഫ് ഓഫ് എ ഡെൻറ്റിസ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് രാവിലെ എണീച്ച് കുളിച്ച് റെഡിയായി ഹോസ്പിറ്റലിലോട്ടുള്ള ഒരു ഓട്ടത്തിലാണ്. എൻ്റെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് നടന്നാലേ ബസ് സ്റ്റാൻഡ് എത്തത്തുള്ളൂ. പിന്നെ നമ്മൾ എവിടെ പോയാലും ലേറ്റായിട്ട് ഇറങ്ങുന്നതുകൊണ്ട് ഇവിടെ ഞാൻ ലേറ്റാണ്. അപ്പോൾ 1 മിനിറ്റ് വൈകിയാലും ബസ് പോകുന്നുള്ളതുകൊണ്ട് നമ്മൾ ഓടി കൃത്യസമയത്ത് അവിടെ എത്താറാണ് പതിവ്. പിന്നെ എന്നെ ആ ചേട്ടന് നേരത്തെ നല്ല പരിചയമാണ്, കണ്ട് എല്ലാ ദിവസവും വരുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് കണ്ടപ്പോഴേ ചേട്ടൻ ആ ബസ് കുറച്ച് നേരം കൂടി നിർത്തിയിട്ടത് കൊണ്ട് കറക്റ്റ് നമ്മൾ ആ ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പാട്ട് മുഖ്യമെങ്കിൽ നല്ല സൈഡ് സീറ്റൊക്കെ ഒപ്പിച്ചിട്ട് ഉറക്കം തൂങ്ങി പാട്ടൊന്നും ഇടാത്ത നല്ല അടിച്ചുപൊളി പാട്ടിടുന്ന ബസ്സിൽ കയറി ഇരുന്നിട്ട് കേരളത്തിൻ്റെ ആ പച്ചപ്പും ഊഷ്മളതയും മനോഹരതയൊക്കെ നിറഞ്ഞ ഗ്രാമീണ വഴികളിലൂടെ നമ്മൾ ഡോറെ പോലെ മലയും പുഴയും കാടും പാലും ഒക്കെ കടന്ന് ഗൂഗിൾ അമ്മച്ചി പറയുന്ന പോലെ മൈ ഡെസ്റ്റിനേഷൻ ഈസ് ഓൺ ദ ലെഫ്റ്റ് നമ്മളവിടെ റീച്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ രാവിലെ എണീച്ച് വരുന്ന ബുദ്ധിമുട്ടൊഴിച്ചാൽ വർക്ക് ചെയ്യാനുള്ള ആവേശം ഉണ്ടെങ്കിലും ഈ കയറി പോകുന്ന ഗേറ്റിൻ്റെ സൈഡിൽ OP ടിക്കറ്റ് എടുക്കുന്ന സൈഡിലോട്ട് നോക്കുമ്പോൾ ഇഷ്ടംമാതിരി ആൾക്കാർ നിൽക്കുന്ന കാണുമ്പോൾ അയ്യോ ഞാനിവരെ എല്ലാം നോക്കണ്ടേ എന്ന് തോന്നാറുണ്ടെങ്കിലും ഒരു സന്തോഷമാണ്. രാവിലെ ചെല്ലുമ്പോഴേ ഇത്രയും പേഷ്യൻസ് ഇങ്ങനെ ക്യൂ നിൽക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ രാവിലെ ചെന്ന പാടെ തന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ കലാപരിപാടി, അതായത് OP നോക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ പേഷ്യൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ തുടങ്ങിയാലേ അത് കുറേ നേരം കഴിയുമ്പോഴെങ്കിലും ഒന്ന് ഒരുവിധം നിർത്താൻ പറ്റും. എന്നിട്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരായി പുറത്ത്. പിന്നെ കുറച്ച് നേരം കൂടി ഞാൻ ഈ OP നോക്കി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അങ്കത്തട്ടിലോട്ട് ഇറങ്ങാൻ വേണ്ടി പടച്ചട്ടയും പടവാളും ഒക്കെ ആയിട്ട് ഞാൻ ആയുധമൊക്കെ ഏന്തി എൻ്റെ പ്രൊസീജിയർ റൂമിലോട്ട് കയറി ഞാൻ അംഗം തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. പലവിധമുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു, സർജറി അല്ലാത്തതുണ്ടായിരുന്നു. ഇതെന്താ ഞാൻ ഈ അന്തം വിട്ടിരിക്കുന്നതെന്നല്ലേ. അപ്പുറത്തെ റൂമിലെ കൊച്ചിൻ്റെ ആട്ടും തുപ്പും ബഹളവും കടിയും ചവിട്ടും എല്ലാം കൊണ്ട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന കാര്യം ഞാൻ ആലോചിച്ചിരുന്നു പോയതാണ് ഗൈസ്. പിന്നെ ഉണ്ടായിരുന്നു കുറേ പ്രൊസീജിയേഴ്സ് ഇതേപോലെ ഇഷ്ടംപോലെ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കൂടി വീഡിയോ എടുക്കുന്ന ഫീസിബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ഇത്രയും വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരുവിധം എല്ലാവരെയും ചെയ്ത് എല്ലാവരെയും ഹാപ്പി ആക്കി കഴിഞ്ഞപ്പോൾ നമുക്കൊരു മനസ്സുഖം, ഇന്ന് എല്ലാവർക്കും നല്ലത് ചെയ്തല്ലോ എന്നൊരു സന്തോഷം. അതോടെ ഇന്നത്തെ പൈനു ഗൈസ്.